ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി നടത്താനിരിക്കുന്ന പാർട്ട് 1 റീജിയണൽ മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ, പാർട്ട് 2 അക്കൗണ്ടന്റ്, കാഷ്യർ, ക്ലർക്ക്, പാർട്ട് 3 ഗ്രാമസേവകർ പരീക്ഷകൾക്കായിട്ടുള്ള ഹാൾ ടിക്കറ്റ് ഇപ്പോൾ സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപേക്ഷ അയച്ചിട്ടുള്ളവരിലും അതുപോലെ സ്വീകരിച്ചിട്ടുള്ള മുഴുവൻ അപേക്ഷകരുടെയും ഹാൾ ടിക്കറ്റ് സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആയത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാനായിട്ട് പറയുന്നുണ്ട്. ഹാൾ ടിക്കറ്റിൽ പേരുണ്ടാവും, ഇമെയിൽ ഐ ഡി ഉണ്ടാവും, തീയതി ഉണ്ടാവും, അതായത് എക്സാം എന്നാണ് നടക്കുന്നത്, എക്സാമിൻ്റെ ടൈം എപ്പോഴാണ്, ഏത് സെഷനാണ്, അതുപോലെ ഒരു പാസ്വേഡും യൂസർ നെയിമും ഉണ്ടാവും, എക്സാം ലിങ്കും ഉണ്ടായിരിക്കും. പിന്നെ അവരെടുത്ത് പറയുന്നൊരു കാര്യം, പരീക്ഷയ്ക്ക് PDF ഫോർമാറ്റിൽ നൽകിയിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാകുക എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അതിൽ സെർച്ച് ഹാൾ ടിക്കറ്റ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഇൻ്റർഫേസാണ് വരിക. അവിടെ നമ്മുടെ പേരും ഫോൺ നമ്പറും കൊടുത്ത് നമുക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സെർച്ച് ഹാൾ ടിക്കറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരിക. ഇവിടെ നെയിമും മൊബൈൽ നമ്പറും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ഹാൾ ടിക്കറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൽ നമ്മുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഹാൾ ടിക്കറ്റിൽ ഒരു എക്സാം ലിങ്ക് ഉണ്ട്, അതുപോലെ യൂസർ നെയിമും പാസ്വേഡും ഉണ്ട്. ആ ഒരു എക്സാം ലിങ്ക് നമുക്ക് പറഞ്ഞിട്ടുള്ള ടൈമിൽ എന്നാണോ എക്സാം ആ ദിവസം ആ പറഞ്ഞിട്ടുള്ള ടൈമിൽ ആ എക്സാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരിക. ഇതിൽ നമുക്ക് അവർ ഹാൾ ടിക്കറ്റിൽ തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുത്ത് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒരു ഹാൾ ടിക്കറ്റിൽ പറയുന്നുണ്ട്. നമുക്കറിയാം സെക്ഷൻ 1-ന് 100 ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് 1-ന് 100 ക്വസ്റ്റ്യൻസിന് 100 മിനിറ്റ് ആണുള്ളത്, അതായത് ഓരോ ക്വസ്റ്റ്യനും 1 മിനിറ്റ് വെച്ചിട്ട്. പിന്നെ സെക്ഷൻ 2 ആകുമ്പോൾ 50 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 50 മിനിറ്റ് ആണുള്ളത്, ഓരോ ക്വസ്റ്റ്യനും ഓരോ മിനിറ്റ്. അതുപോലെ സെക്ഷൻ 3 എന്ന് പറയുമ്പോൾ 20 ക്വസ്റ്റ്യൻ ആണുള്ളത്, 20 മിനിറ്റ്. ഇപ്പോൾ സെക്ഷൻ 3യുടെ കാര്യം പറയുവാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വെച്ചിട്ടാണ്. 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, മൊത്തം ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വെച്ച് ടോട്ടൽ 100 മാർക്ക്. പിന്നെ നെഗറ്റീവ് മാർക്സ് ഇല്ല എന്ന് അവർ പറയുന്നുണ്ട്, അതായത് ക്വസ്റ്റ്യൻസ് തെറ്റിക്കഴിഞ്ഞാലും നെഗറ്റീവ് മാർക്സ് വരുന്നില്ല. പിന്നെ പറയുന്നത് each question gets a maximum of 1 minute. Whether the question is answered within the allotted time or not, it will automatically proceed to the next question. അതായത് ഓരോ ചോദ്യത്തിനും ഒരു മാക്സിമം അലോട്ട് ചെയ്യുന്ന ടൈം 1 മിനിറ്റ് ആണ്. ആ 1 മിനിറ്റിനുള്ളിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താലും ഇല്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി ആ 1 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതായിരിക്കും. പിന്നെ പറയുന്നത് നമ്മൾ കറക്റ്റ് ആ ഹാൾ ടിക്കറ്റിൽ പറയുന്ന ടൈമിൽ തന്നെ എന്ത് ചെയ്യണം, എക്സാം ലിങ്ക് ഉപയോഗിച്ചിട്ട് കയറി പാസ്വേഡും യൂസർ നെയിമൊക്കെ കൊടുത്ത് നമ്മൾ എക്സാമിന് കയറിയിരിക്കണം. അത് ഒരു 2-3 മിനിറ്റ് മുമ്പ് തന്നെ നമ്മൾ ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. ഇല്ല നമ്മൾ കയറാൻ വൈകി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള അത്യാവശ്യം നെറ്റ് കണക്ഷൻ കിട്ടുന്ന ഒരു ഏരിയയിലിരുന്ന് വേണം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. പിന്നെ എക്സാം റിസൾട്ട്സ് അവർ ഈ ഒരു സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കുമെന്നും പറയുന്നുണ്ട്.